ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു എസ് കെ വ്ളോഗ്സ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും ഞാൻ എൻ്റെ ഹെൽമെറ്റ് എന്നൊക്കെ അല്ലേ. ആക്ച്വലി ഗൈസ്, എൻ്റെ അമ്മ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു. അമ്മയ്ക്ക് കാലിന് ഒരു എട്ടുകാലി കടിച്ചതാണ്. അപ്പോൾ 4 മാസമായി, ഇതുവരെ കുറഞ്ഞില്ല. അതുകൊണ്ട് ഞങ്ങൾ കോലഞ്ചേരിയിൽ ഇപ്പോൾ അഡ്മിറ്റായിരുന്നു. ഇപ്പം എന്താ നേരെ എൻ്റെ അടുത്തോട്ട് വന്നു. ഇപ്പോൾ എൻ്റെ അടുത്താണുള്ളത്. അപ്പോൾ ഞാനാണ് എന്നും അമ്മയെ കാല് ഡ്രസ്സ് ചെയ്യിക്കണം നമ്മളിന്നും. ഇപ്പോൾ 7 ദിവസത്തേക്കാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അതിന് ശേഷം ഡോക്ടറെ കണ്ടിട്ട് ഡോക്ടറിൻ്റെ അഡ്വൈസ് പ്രകാരം ബാക്കി കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഗൈസ്. അപ്പോൾ ഹോസ്പിറ്റൽ വിശേഷങ്ങളായിരുന്നു ഇപ്പോൾ കുറച്ചായിട്ട്. അപ്പോൾ ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ അമ്മയുടെ കാല് ഡ്രസ്സ് ചെയ്യിക്കാൻ പറ്റില്ല, ഏകദേശം അടുത്തായതുകൊണ്ട് അമ്മ ഞാൻ ഇവിടെ നിർത്തിയേക്കുവാണ്. അപ്പോൾ നമുക്കെന്നും പോകാനൊക്കെ എളുപ്പമുണ്ട്. അപ്പോൾ നമ്മളവിടെ പോയിട്ട് ഇന്ന് ഡ്രസ്സ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഏകദേശം ഉച്ച സമയമൊക്കെ ആയി. കിച്ചുകൊണ്ട് കാര്യങ്ങളും കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇറങ്ങാൻ. അപ്പോൾ രാവിലെ എന്തായാലും ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ ഇന്ന് ഒരു ഹോസ്പിറ്റൽ ഡേ ഇൻ അവർ ലൈഫാണ്. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങൾ പോണ വഴി കാണാം അല്ലേ. യെസ്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ വന്നു. ഇനിയിപ്പോൾ ഡ്രസ്സിംഗ് റൂമിലോട്ട് പോകണം. 2nd ഫ്ലോറിലാണ്. ഇന്ന് നമ്മൾ ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലോട്ട് കയറി. അപ്പോൾ നമുക്ക് താഴത്തിന് ലിഫ്റ്റ് ഉണ്ട്. 2nd ഫ്ലോറിലാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ നമ്മൾ ലിഫ്റ്റ് കയറാനായിട്ട് പോവുകയാണ്. കിച്ചൂട്ടിനൊക്കെ നമ്മൾ ഇവിടെ തന്നെ ആട്ടോ കാണിക്കുന്നത്. പീഡിയാട്രിക്കും ഗൈനിക്കൊക്കെ ഏറ്റവും ബെസ്റ്റാണ്, എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് മേളിൽ പോയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാവേ. അങ്ങനെ നമ്മൾ 2nd ഫ്ലോറിലെത്തി. അപ്പോൾ ഈ ഒരു ബ്ലോക്കിന് നമ്മൾ പറയുന്നത് ഫാക്കൽറ്റി ബ്ലോക്ക് എന്നാട്ടോ. അപ്പോൾ സർജറി സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു സെക്ഷനുണ്ട് അവിടെ. നമ്മൾ അവർക്ക് വേണ്ടി ഡ്രസ്സ് ചെയ്യുന്ന സെക്ഷനാണത്. അപ്പോൾ സർജറി കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ സർജനെ ആയിരുന്നു കണ്ടത്. അതുകൊണ്ട് S1 വന്നാണ് നമ്മൾ ഡ്രസ്സ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫാക്കൽറ്റി ബ്ലോക്ക്. നമ്മൾ മൊത്തത്തിൽ പറയുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാമല്ലോ അല്ലേ. അങ്ങനെ അമ്മ ഡ്രസ്സിങ് എല്ലാം കഴിഞ്ഞ് ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് അമ്മയോട് തന്നെ ചോദിക്കാം എങ്ങനെ ഉണ്ടായിരുന്നെന്ന്. അമ്മ ഡ്രസ്സിങ്ങൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മുടെ വണ്ടി എടുക്കാനായിട്ട് വന്നതാണ് കേട്ടോ. ഇതാണ് നമ്മുടെ പാർക്കിംഗ് ഏരിയ. വണ്ടി കാണിച്ചു തരാം. ചെറുതായിട്ടുള്ള വഴി നടത്തിയിട്ടാണ്. ഇങ്ങേറ്റത്താണ് വണ്ടി പാർക്ക് ചെയ്തൊക്കെ നോക്കിയിട്ട്. അപ്പോൾ നമ്മുടെ കോലഞ്ചേരി ഹോസ്പിറ്റലിലെ പാർക്കിംഗ് ഏരിയയാണ്. എന്തായാലും നമുക്കിവിടെ വന്നപ്പോഴാണ് കേട്ടോ അമ്മയുടെ കാലിനെന്തായാലും മാറ്റങ്ങളൊക്കെ വന്നത്. നമ്മുടെ വണ്ടി അടുത്ത വീട് നമുക്ക് വീണ്ടും കാണാം. ബൈ.